ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1540 ദിവസമായി ഇന്ന് 2025 ആഗസ്റ്റ് മാസം 2 തീയതി ശനിയാഴ്ച. 1200 ആണ്ട് കർക്കിടക മാസം 17 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നിഷ്കളങ്കമായ സ്നേഹത്തോടെ എവിടെ വസിക്കുന്നുവോ അവിടം സകല ഐശ്വര്യപൂർണവും പുണ്യവും നിറഞ്ഞ കുടുംബമായി തീരും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 22-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവരുളിനെ പറ്റി പഠിക്കാനുള്ള ഈ ശ്രമത്തിൽ നമ്മൾ വഹിക്കുന്ന പങ്കും വളരെ വിനീതമാണെന്നറിഞ്ഞ് അകതാരമർത്താം. ഇതിനു മുമ്പ് എത്രയോ മനീഷികൾ അനിതര സാധാരണമായ രീതിയിൽ ഈ വഴിക്ക് ചിന്തിച്ചിരിക്കുന്നു. അതിപുരാതന കാലം മുതൽ ഈ ജ്ഞാനരഹസ്യം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന സ്വർഗീയ ഗീതികൾ നമുക്ക് വേണ്ടി പാടിത്തരാൻ കലാദേവതയോട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ എഴുത്തുകാരനായിരിക്കാൻ ഗജമുഖനോട് വ്യാസൻ പ്രാർത്ഥിച്ചു. തൻ്റെ മുറിക്കൊമ്പുകൊണ്ട് ഗണപതി എളിയവനായ എലിയുടെ ജീവിതം മുതൽ ഹിമാലയത്തിലെ മുഴുമുതലായ മൂർത്തിയെ സ്തുതിക്കുന്നതുവരെയുള്ളതെല്ലാം സുദീർഘമായി എഴുതി നിറയ്ക്കുകയും ചെയ്തു. ശിവന്റെ ജടാഭാരത്തിൽ നിന്ന് അവതരിച്ച് ഭൂമിയിൽ പരന്നൊഴുകുന്ന ഗംഗാമാതാവിനെ പോലെ സദാശിവമായ ഈ ജ്ഞാനവചസിന്റെ നാദം എങ്ങും കവിഞ്ഞൊഴുകുമാറാകട്ടെ. അതുമല്ലെങ്കിൽ വിദ്യാദേവതയും കലാദേവതയുമായി ഭാരതീയർ സങ്കല്പിച്ചിട്ടുള്ള സരസ്വതിയെ തന്നെ നമുക്ക് ശരണം ഗമിക്കാം. ജ്ഞാനവചസിന്റെ ധാര ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന് മുൻകാലങ്ങളിൽ എല്ലാവരും വിധിപ്രകാരം ചെയ്തു പോന്നിരുന്നത് പോലെ നമുക്കും ആ രാജയോഗ ജനനിയോട് തൃക്കൺ ചുളിച്ചൊന്ന് നോക്കാൻ പ്രാർത്ഥിക്കാം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.